കേക്ക് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തതല്ലേ, പിന്നെ എന്താ ഈ കേക്കിൻ്റെ വീഡിയോ തന്നെ എന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത് അല്ലേ? എന്നാൽ ഇതല്ല കേട്ടോ സംഭവം. നാളെ എൻ്റെ ഉണ്ണിമോള് വരുന്നുണ്ട്, അതായത് ഫ്രൈഡേ. അപ്പോൾ അവൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു കേക്ക് ഉണ്ടാക്കുകയാണ് കേട്ടോ. നമ്മളിവിടെ വാങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു ക്രീം ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ എല്ലാവരും കൂടി ആകുമ്പോൾ ഒരു രസമല്ലേ കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിക്കുന്നത്. അപ്പോൾ ഒരു കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ തുടങ്ങിയൊരു വർക്കാണ് കേട്ടോ. അപ്പോൾ ഇത് അവൾ വരുന്നതിൻ്റെ തലേന്നാണ് ഞാൻ സെറ്റ് ചെയ്ത് റെഡിയാക്കി വെക്കുന്നത്. അതായത് വ്യാഴാഴ്ച, അവൾ വെള്ളിയാഴ്ച വൈകുന്നേരമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ വ്യാഴാഴ്ചയാണ് കേട്ടോ കേക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. കഴിഞ്ഞ തവണ ഉണ്ടാക്കിയ സെയിം കേക്ക് തന്നെയാണ്, ബ്ലാക്ക് തന്നെയാണ്. പക്ഷേ ഇതിൽ ചെറിയ ചെറിയ ചേഞ്ചൊക്കെ വരുത്തിയിട്ടുണ്ട്. കാരണം ആദ്യത്തെ കേക്കിൽ ഞാൻ ചോക്ലേറ്റ് ചിപ്സ് ആയിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് എൻ്റെ അടുത്ത് ഇല്ലാത്തത് കൊണ്ട് ഡാർക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് ഒഴിച്ചതാണ് കേട്ടോ. നമ്മുടെ ബ്ലാക്ക് ഫോറസ്റ്റ് ഇത് ബ്ലാക്ക് ഫോറസ്റ്റ് അല്ല കേട്ടോ, ബ്ലാക്ക് വെൽവെറ്റ് ആണ് കേട്ടോ കേക്ക്. നിങ്ങൾ റെഡ് വെൽവെറ്റ് എന്നൊക്കെ കഴിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ, കേട്ടിട്ടുണ്ടാവും. ഇത് അപ്പോൾ ബ്ലാക്ക് വെൽവെറ്റ് ആണ് കേട്ടോ. അപ്പോൾ ഞാനൊരു എന്താ പറയുക, ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഡാർക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് ഒഴിച്ചതാണ് കേട്ടോ. ഇതിൽ ഞാൻ മുഴുവനായിട്ടൊന്നും കാണിക്കുന്നില്ല കേട്ടോ, കാരണം നിങ്ങൾ ഓൾറെഡി ഒരു വീഡിയോ കണ്ടതാണല്ലോ കേക്കിൻ്റെ. അപ്പോൾ പിന്നെ ലാഗ് ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഫുള്ളായിട്ട് കാണിക്കുന്നില്ല. അങ്ങനെ പിറ്റത്തെ ദിവസമായി, അതായത് വെള്ളിയാഴ്ച രാവിലെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കേട്ടോ. അപ്പോൾ ഇന്ന് കുട്ടാറിന് വർക്ക് ഉണ്ടായിരുന്നില്ല. പിന്നെ മക്കൾ നേരത്തെ പോയി, വെള്ളിയാഴ്ച ആയതുകൊണ്ട് നേരത്തെ പോയി. അപ്പോൾ ഗ്രീൻ പീസിൻ്റെ കറിയും വെള്ളപ്പമായിരുന്നു ഉണ്ടായിരുന്നത്. വെള്ളപ്പത്തിന് സെൻറ്റർ ഇവിടെ ഉണ്ടാവില്ല കേട്ടോ, നൈസായിട്ടേ ഉണ്ടാവുള്ളൂ, എല്ലാവർക്കും അതാണ് ഇഷ്ടം. അപ്പോൾ പിന്നെ കട്ടൻ ചായയും. അപ്പം അതൊക്കെ കൂട്ടിയിട്ട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് നന്നായിട്ട് ഉഷാറാക്കി കഴിച്ചു. പിന്നെ ഉണ്ടായിരുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. സംഭവം ഞാൻ വിട്ടുപോയതാണ് കേട്ടോ. അവൾ വരുന്നതിൻ്റെ ആ ഒരു തിരക്കിലായപ്പോൾ ഞാൻ വിട്ടുപോയി. നമ്മൾ വീട്ടിൽ ഓരോ പണികളൊക്കെ ഉണ്ടായിരുന്നു, അപ്പം ഞാൻ വിട്ടുപോയിട്ടോ വീഡിയോ എടുക്കാൻ. ഏകദേശം ഒരു വൈകുന്നേരം 5 മണി 5:30 ആയപ്പോൾ അവളെത്തി. അപ്പം കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അത് എങ്ങനെ കട്ട് ചെയ്യണം എന്നുള്ളത് ദിയ പ്രാക്ടീസ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. കാരണം എല്ലാ ബർത്ത്ഡേക്കും അല്ലു കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് കുറുമ്പിളകി കരഞ്ഞ് ആകെ അലമ്പാക്കും. അപ്പോൾ ഇത്തവണ അതൊന്നും ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ അവന് ക്ലാസ് എടുത്ത് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇനി വൈകിക്കേണ്ട, കേക്ക് കട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഫുഡ് കഴിക്കാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് കേക്കൊക്കെ സെറ്റ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ബ്ലാക്ക് വെൽവെറ്റ് ആണ്. ഇത് നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു സ്പെഷ്യൽ കേക്ക് എങ്ങനെയുണ്ട്, കൊള്ളാവോ? അപ്പോൾ ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അച്ഛനും വന്നു, കേക്ക് കട്ട് ചെയ്യുന്ന സമയപ്പോൾ അച്ഛനും വന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ കേക്ക് കട്ട് ചെയ്യുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ എല്ലാവരും ഉള്ള സമയത്ത് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള എന്തെങ്കിലും ഒരു ഐറ്റം, കേക്ക് തന്നെ ആവണമെന്നില്ല, എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഐറ്റം എല്ലാവർക്കും ട്രൈ ചെയ്യാൻ കൊടുക്കുക. എന്നിട്ട് അവരതിൻ്റെ അഭിപ്രായം പറയുക. അത് പോസിറ്റീവ് തന്നെ ആയിക്കൊള്ളുന്നില്ല കേട്ടോ, നെഗറ്റീവ് ആയാലും കുഴപ്പമില്ല. പക്ഷെ എന്നാലും നമ്മൾ അഭിപ്രായം പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ആരെങ്കിലും വരുന്നുണ്ടെന്നൊക്കെ പറയുമ്പോൾ ഞാൻ എൻ്റേതായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ സൃഷ്ടികൾ ചെയ്ത് വെക്കാറുണ്ട്. അപ്പം ഇന്നിപ്പോൾ അനിയത്തി വന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കേക്കാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനെ 3 പേരും കൂടെ, ആദ്യം ഞാൻ വിചാരിച്ചു ഉണ്ണിമോളെ കൊണ്ട് കട്ട് ചെയ്യാമെന്ന്. പിന്നെ അവൾ പറഞ്ഞു വേണ്ട, മക്കൾ കട്ട് ചെയ്യട്ടെ. അല്ലു ഭയങ്കര ത്രില്ലടിച്ച് നിൽക്കുകയായിരുന്നു കേക്ക് കട്ട് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അവൾ പറഞ്ഞു മക്കൾ കട്ട് ചെയ്തോട്ടെ, അതാണ് രസം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും വീഡിയോ എടുക്കുന്നുണ്ട്, അവളും വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്തു. സത്യം പറഞ്ഞാൽ ഇത് മക്കളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, നമുക്ക് കട്ട് ചെയ്ത് കഴിക്കാനുള്ളതാണ് എന്നുള്ളത്. അവർ വിചാരിച്ചത് ആർക്കോ കൊടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ കേക്കാണെന്നാണ് കേട്ടോ. അപ്പോൾ ഉണ്ണിമോള് വരുന്ന കാര്യം അവർക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. അവൾ വിളിച്ചപ്പോൾ എന്നോട് പ്രത്യേകം പറഞ്ഞു ഞാൻ വരുന്നത് അവരോട് പറയണ്ട, സർപ്രൈസ് ആയിക്കോട്ടെ എന്ന്. അപ്പം കട്ട് ചെയ്യാൻ എടുത്തപ്പോഴാണ് കേട്ടോ ആകെ എന്താ പറയുക, ഭയങ്കര സന്തോഷമായി. കാരണം കൊടുക്കാനുള്ളതല്ല, നമുക്ക് കഴിക്കാനുള്ള, കട്ട് ചെയ്ത് കഴിക്കാനുള്ളതാണ്. അപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായിട്ടോ, ഹാപ്പിയായി. അത് കണ്ടപ്പോൾ ഞാനും ഹാപ്പി ആയിട്ടോ. അങ്ങനെ പിന്നെ അല്ലുവിൻ്റെ കട്ടിങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷം അവനൊന്ന് ടേസ്റ്റൊക്കെ ചെയ്ത് സൂപ്പറാണെന്നൊക്കെ പറഞ്ഞു കേട്ടോ. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ കുട്ടാട്ടൻ നല്ല ലെവലാക്കിയിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. എനിക്ക് കേക്ക് കഴിക്കാൻ വലിയ ഇഷ്ടമല്ല, കാരണം മധുരം ആയതുകൊണ്ട് തന്നെ. ഞാൻ മധുരം ഇഷ്ടപ്പെടുന്ന ഒരാളല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് കഴിക്കുന്നത് വലിയ ഇഷ്ടമല്ല. എന്നാലും ചെറിയൊരു പീസൊക്കെ ടേസ്റ്റ് നോക്കും. പക്ഷെ എനിക്കിങ്ങനെ ഉണ്ടാക്കിയിട്ട് അതെല്ലാവരും കഴിച്ചിട്ട് അതിൻ്റെ അഭിപ്രായം പറയുക, അത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ. ആദ്യമൊക്കെ കേക്ക് ഉണ്ടാക്കി പഠിക്കുന്ന ആ സമയത്തൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കും. ഞാൻ ഉണ്ടാക്കിയിട്ട് എൻ്റെ വീട്ടിലേക്കൊക്കെ കൊണ്ടുപോകും കേട്ടോ. അവർ കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയാം. എൻ്റെ അമ്മയ്ക്ക് ഞാൻ ഉണ്ടാക്കി
ഉണ്ടാക്കുന്ന കേക്ക് ഭയങ്കര ഇഷ്ടമാണ്. അമ്മ പറയും ഈ പുറത്തുനിന്ന് വാങ്ങുന്ന കേക്കിന് അത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ നാവിന് ഒരു തരി ഇങ്ങനെ വരും, എന്തൊക്കെയോ ഒരു എണ്ണമയം അങ്ങനെയൊക്കെ ഉണ്ടാവും. അതേപോലെ ബേക്കിംഗ് സോഡേൻ്റെയും ബേക്കിംഗ് പൗഡറിൻ്റെയൊക്കെ കുത്തലുണ്ട് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ നമ്മൾ മക്കൾ കഴിക്കുന്നതല്ലേ, അപ്പോൾ അങ്ങനെ അത്രയും ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറൊന്നും ആഡ് ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെയൊക്കെ അളവ് കുറയ്ക്കാറുണ്ട് കേട്ടോ. അപ്പം അങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ അമ്മയ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഉണ്ടാക്കുന്ന കേക്ക് അവർ നന്നായിട്ട് കഴിക്കാറുണ്ട്, നല്ല അഭിപ്രായങ്ങൾ പറയാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ കാണുമ്പോൾ എനിക്കും ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ ഞാനും ഇതേ ഒരു പീസ്, ഇത് ഫുള്ളായിട്ട് ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ, പക്ഷെ ഞാൻ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് വലിയൊരു പീസ് എടുത്ത് കാണിച്ചതാണ്. 3 ലെയർ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പകുതി എങ്ങാനേ ഞാൻ കഴിച്ചിട്ടുള്ളൂ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ച് നേരം അവിടെ വർത്താനം പറഞ്ഞിരുന്നു കേട്ടോ. കുട്ടാട്ട അപ്പം അങ്ങാടിയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വന്നപ്പോൾ മറ്റേ ഒരു പാക്ക് ഉണ്ടല്ലോ, കിസ്മിസ് കാഷ്നട്ട് അതൊക്കെ ഉള്ളത്, ആ ഒരു പാക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ അവിടെ ഇരുന്ന് കഴിക്കുകയാണ്. ഉണ്ണിമോൾക്ക് എന്തോ ഒരു ക്ലാസ്സോ എന്തോ ഉണ്ടായിരുന്നു, അപ്പോൾ അവൾ അതിൽ എൻഗേജ്ഡ് ആയിരുന്നു. പിന്നെ ദേ ഈ ആളെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. കണ്ടിട്ടില്ലാത്തവർ പോയി കാണണം കേട്ടോ വീഡിയോ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ പുതിയ അതിഥി. ഞങ്ങൾ വിളിക്കുന്നത് നുമി എന്നാണ് കേട്ടോ. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും പേരറിയാവുന്നെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ. പിന്നെ ഇവള് നമ്മുടെ വീടും ആളുകളൊക്കെ ആയിട്ടൊന്ന് പരിചയമായി വരുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കുട്ടേട്ടൻ കടയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അത് ഞങ്ങളെല്ലാവരും കൂടെ ഇരുന്ന് കഴിച്ചിട്ട് 2 പാക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു പാക്ക് അല്ലോടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. അവന് കിസ്മിസാണ് കേട്ടോ അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അച്ഛനായിക്കോട്ടെ കൂട്ടുകാരനായിക്കോട്ടെ ഇനി അവൻ്റെ ടാട്ടച്ചനായിക്കോട്ടെ, കടയിൽ നിന്ന് വരുമ്പോൾ ഒന്നുമില്ലാതെ കൈ വീശി വന്നാൽ അന്നൊരു കരച്ചിലുണ്ടാവും കേട്ടോ, ഒരു കുറുമ്പുണ്ടാവും. അപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ മിഠായിയെങ്കിലും കയ്യിൽ കരുതണം. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കുന്ന സമയമായിട്ടോ. എല്ലാം ഞാൻ ഉച്ചയ്ക്ക് തന്നെ റെഡിയാക്കി വെച്ചിരുന്നതാണ് കേട്ടോ. രാത്രിക്കായിട്ടൊന്നും സെപ്പറേറ്റ് അങ്ങനെയൊന്നും സ്പെഷ്യലായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയിരുന്ന ചിക്കൻ വരട്ടിയതും പിന്നെ അതിൻ്റെ പാർട്സുകളൊക്കെ എടുത്തിട്ട് കുറച്ച് കിഴങ്ങൊക്കെ അരിഞ്ഞിട്ടിട്ട് ഞാൻ ഒരു ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും പിന്നെ നമ്മുടെ കുത്തരി ചോറ്, പിന്നെ ഇത് പീച്ചിങ്ങ ഉപ്പേരിയാണ് കേട്ടോ. അപ്പോൾ പീച്ചിങ്ങ ഉപ്പേരിയിൽ നമ്മൾ ഒരു സവാളയൊക്കെ അരിഞ്ഞിട്ടിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ്. ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്, നമ്മൾ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയതല്ലേ. പിന്നെ ഇത് ചേച്ചി മുകളിൽ നിന്ന് തേങ്ങാച്ചോറ് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ മാത്രമേ കഴിക്കുള്ളൂ. പിന്നെ നമ്മുടെ കയ്പ കൊണ്ടാട്ടം അതും കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത് പുളിഞ്ചിയാണ് കേട്ടോ. ഇതും ചേച്ചി മുകളിൽ നിന്ന് തന്നതാണ്, ചേച്ചി ഉണ്ടാക്കിയതായിരുന്നു. അല്ലു ആണെങ്കിൽ ഇപ്പോൾ ഒടുക്കത്തെ അഭിനയമാണ് കേട്ടോ. ഉറങ്ങിയെന്ന് പറഞ്ഞിട്ട് ഉണ്ണിമോൾ എടുത്ത് കൊണ്ടുവരികയാണ്. അപ്പം ഞാൻ പറഞ്ഞു ഉറങ്ങിയ കുട്ടികൾ കൈ പൊന്തിക്കും എന്ന് പറഞ്ഞു കേട്ടോ. അപ്പം അങ്ങനെ കൈ പൊക്കി കാണിക്കുന്നുണ്ട് കേട്ടോ. ആദ്യമൊക്കെ ഇവരുടെ അടുത്തേക്ക് പോകാൻ ഭയങ്കര മടിയായിരുന്നു, കരച്ചിലായിരുന്നു കേട്ടോ, പോവില്ല. പക്ഷേ ഇപ്പോൾ ആൾ ഓക്കെ ആയി കേട്ടോ, എല്ലാവരുമായിട്ട് കമ്പനിയായി. ആദ്യമൊന്നും ഇങ്ങനെ എടുക്കാനൊന്നും സമ്മതിക്കില്ലായിരുന്നു കേട്ടോ. അമ്മയ്ക്കും അനിയത്തിമാർക്കൊക്കെ ഭയങ്കര പൂതിയായിരുന്നു, ഒന്ന് എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പിറകെ നടക്കലായിരുന്നു കേട്ടോ. പക്ഷെ അവൻ സമ്മതിക്കില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ അതൊന്നും വലിയ കുഴപ്പമില്ല കേട്ടോ, ഇപ്പോൾ ഓക്കെ ആയി. ഉണ്ണിമോളെ അല്ലു വിളിക്കുന്ന പേര് ഇഗ് എന്നാണ് കേട്ടോ. ഒരു വെറൈറ്റി പേരാണല്ലേ, ഞാനും ആദ്യമായിട്ട് കേൾക്കുകയാണ്. അതെങ്ങനെയാണ് അവന് കിട്ടിയതെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല കേട്ടോ. കാരണം ഞങ്ങൾ മേമ എന്നാണ് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അല്ലു ചെറുപ്പം മുതലേ ഇഗ് എന്നാണ് കേട്ടോ ഉണ്ണീനെ വിളിക്കാറുള്ളത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, വല്ലപ്പോഴൊക്കെ മേമാന്നൊന്ന് വിളിക്കൂ കേട്ടോ. അപ്പോൾ അവൾക്കും അത് ഭയങ്കര ഇഷ്ടമാണ്, അങ്ങനെ ആ ഒരു ഇഗ് എന്നുള്ള വിളി കേട്ടോ. അങ്ങനെ ദേ ഉണ്ണിമോള് ഫുഡ് വിളമ്പുകയാണ്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുകയാണ് കേട്ടോ, നീ കഴിക്കുന്നൊന്ന് വീഡിയോ എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഉപ്പേരി കണ്ടപ്പോൾ അവൾ ആദ്യം വിചാരിച്ചത് അത് കയ്പ്പയാണെന്നാണ് കേട്ടോ. അപ്പോൾ കയ്പ്പയല്ല പീച്ചിങ്ങാണെന്ന് പറഞ്ഞപ്പോൾ ഒന്ന് നോക്കട്ടെ, ട്രൈ ചെയ്ത് നോക്കട്ടെ, ടേസ്റ്റ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് വീണ്ടും എടുക്കുകയാണേ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ചിക്കൻ വരട്ടി വെച്ചതാണ്. നമ്മൾ മല്ലിയും എന്താ പറയുക മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇതൊക്കെ ചേർത്തിട്ട് സവോളയും തക്കാളിയൊന്നും ചേർക്കാണ്ട് മസാലകൾ മാത്രം ഇട്ടിട്ട് നമ്മൾ ചിക്കൻ വരട്ടുമല്ലോ. എന്നിട്ട് ലാസ്റ്റ് പിന്നെ ചെറിയുള്ളിയും കറിവേപ്പിലയും ഒക്കെ ഇട്ടിട്ട് വറവിട്ട മോഡൽ, അങ്ങനെയാണ് കേട്ടോ ഞാൻ ചിക്കൻ വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അവൾക്ക് പുളിഞ്ചി ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞു. പിന്നെ ചിക്കൻ കറി എടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം കൂടെ കൂട്ടിയിട്ട് കഴിക്കുകയാണ് കേട്ടോ. വീട്ടിൽ ചിക്കൻ കൊണ്ടുവരുമ്പോൾ എല്ലാ ദിവസവും ഒരേപോലെ ഒന്നെങ്കിൽ കറി അല്ലെങ്കിൽ ഫ്രൈ ചെയ്യുക, അങ്ങനെ ചെയ്യണത് എനിക്കിഷ്ടമല്ല കേട്ടോ. അതിലും എന്തെങ്കിലുമൊക്കെ എൻ്റെതായ രീതിയിൽ ഞാൻ ചില പരീക്ഷണങ്ങളൊക്കെ നടത്താറുണ്ട്. അപ്പോൾ പല ടേസ്റ്റിലൊക്കെ അങ്ങനെ ഉണ്ടാക്കി നോക്കാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മുടെ മല്ലി അറിയിക്കുന്ന ആ ഒരു ഫ്ലേവറാണ് കേട്ടോ. അതായത് നമ്മൾ മുത്തപ്പനൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ ഉണ്ടാവുന്നൊരു ചിക്കൻ ഉണ്ടല്ലോ, ആ ഒരു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ ഞാൻ പിറ്റത്തെ ദിവസം വേറൊരു മോഡലിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഉണ്ണിമോൾ പറയുകയും ചെയ്തു കേട്ടോ, ഇവിടെ ചിക്കൻ കൊണ്ടുവന്നാൽ ഓരോ ദിവസം ഓരോ ടേസ്റ്റാണ് ഉണ്ടാവുക എന്നുള്ളത് പ്രത്യേകം ഇങ്ങനെ പറയുകയാണ് കേട്ടോ. ഞങ്ങളുടെ കീശേരിയൊക്കെ ചിക്കൻ കൊണ്ടുവന്നാൽ ഒന്നെങ്കിൽ അത് കറി വെക്കും അല്ലെങ്കിൽ പൊരിക്കും.
ആ ഒരു 2 രീതിയിൽ മാത്രമാണ് ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ഓളിങ്ങനെ പറയുകയാണ്, ഞാൻ ആ ഒരു ചിക്കനിലും ഞാനും ഇങ്ങനെ പരീക്ഷണങ്ങൾ നടത്താറുണ്ട്, വെറൈറ്റി ടേസ്റ്റാണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. പിന്നെ അല്ലു സ്ഥിരം ആക്ഷൻ കാണിക്കുന്നുണ്ട് സൂപ്പറാണ് എന്നുള്ളത്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ അബിയും അല്ലും കൂടെ എന്തോ ഒരു കളിയിലായിരുന്നു. അപ്പോൾ കളിച്ച് കുഴങ്ങി എന്ന് പറഞ്ഞിട്ട് അബി അവിടെ കിടക്കുകയാണ് കേട്ടോ. അല്ലുവിൻ്റെ കളി തുടരുന്നുണ്ട്. ഞങ്ങളെല്ലാവരും കൂടെ അവിടെ ഇരുന്നിട്ട് ഏത് സിനിമയാണെന്ന് എനിക്ക് ഓർമ്മയില്ല, സിനിമയാണോ ന്യൂസാണോ എന്താണെന്ന് ഓർമ്മയില്ല, ഏതായാലും ഞങ്ങൾ ടി വി ആണായിരുന്നു. അപ്പോൾ കുട്ടേട്ടൻ അപ്പുറത്ത് ടേബിളിൽ നമ്മുടെ കിളി ഉണ്ടല്ലോ, നമ്മുടെ നുമി, അതിന് ഫുഡ് കൊടുക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഏകദേശം ഒരു 11 മണിയൊക്കെ ആവാനായിട്ടുണ്ടാവും. ഞങ്ങൾക്ക് പിന്നെ വീട്ടിൽ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ പിന്നെ സമയം പോകുന്നത് വലിയ വിഷയം ഉണ്ടാവാറില്ല കേട്ടോ. അധിക ദിവസങ്ങളിലും രാത്രി 1 മണി 2 മണി സമയത്തൊക്കെയാണ് കിടന്നുറങ്ങാറുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, എന്തോ ന്യൂസ് എന്തോ ആണ് കാണുന്നത്. പിന്നെ അല്ലു അവിടെ കിടക്കണ അബീനെ എന്തൊക്കെ പിത്തന കാട്ടുന്നുണ്ട്, കളിക്കാൻ വാ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ സമയം 11:15 ആവാറായി. അപ്പോൾ പിന്നെ ഞങ്ങൾ ചോദിച്ചിട്ടോ കിടക്കുകയല്ലേ ഇത്രയും സമയം, പക്ഷെ കിടക്കുക എന്ന് പറച്ചിലേ ഉണ്ടാവുള്ളൂ, ബെഡിൽ പോയി കിടക്കലേ ഉണ്ടാവുള്ളൂ. ഉറങ്ങണമെങ്കിൽ പിന്നെയും സമയം ഏകദേശം ഒരു 12 മണി 1 മണിയൊക്കെ ആവും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. ബായ്.